ഗൾഫ് യുദ്ധം ഇപ്പോൾ എല്ലാവരുടെ പോക്കറ്റിലും നല്ല പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ മലയാളികളുടെ. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പോക്കറ്റിന് വലിയ തട്ടുകേടില്ലാതെ നമുക്ക് പോകാൻ പറ്റും. ഒന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഗ്രോസറി ഷോപ്പിങ് അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി, ഫുഡ് ഐറ്റംസ് ഇതൊക്കെ വാങ്ങാൻ പോകുന്നത് നമ്മൾ ഓഫീസ് വിട്ട് വരുന്ന സമയത്താണ്. ഈ ഓഫീസ് വിട്ട് വരുമ്പോൾ നമ്മൾ നല്ല വിശന്നായിരിക്കും ഇരിക്കുന്നത്. ഈ വിശപ്പുള്ള സമയത്ത് പോയി നമ്മൾ ഈ ഗ്രോസറി ഷോപ്പിംഗ് നടത്തിയാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ തോന്നും. കാര്യം നമ്മളുടെ ആ ബോഡി എങ്ങനെ പറയും, അത് വേണം ഇത് വേണം എന്ന് വിചാരിക്കും. അതൊരു സൈക്കോളജിയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയിട്ട് ഫുഡ് പർച്ചേസ് നടത്തുന്നതാണ് ബെസ്റ്റ്. പിന്നെ പോകുന്നതിന് മുന്നേ ഒരു ലിസ്റ്റ് വെച്ചേക്കുക. ഇപ്പോൾ ഫ്രിഡ്ജിലെങ്ങാനും നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുമല്ലോ, അത് കൂടെ സ്റ്റിക്ക് വിത്ത് ദ ലിസ്റ്റ്. പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നവരാണെങ്കിൽ നമുക്ക് അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളത് കാർട്ടിയിട്ടേക്കുക ഒരു 2 ആഴ്ചത്തോളം. നമുക്കത് പിന്നെയും അത് വാങ്ങണമെന്നാണ് തോന്നുന്നതെങ്കിൽ യു ഗോ ഫോർ ഇറ്റ്. പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഇന്നത്തെ അവിടെ നിന്ന് വാങ്ങിക്കാം, ഇനി ഉണ്ടാകാനൊന്നും മേല. പക്ഷെ നമ്മളെപ്പോഴും ഈറ്റ് ഔട്ടിന് ഒരു ബഡ്ജറ്റ് വെച്ചേക്കണം. പിന്നെ EMIക്ക് നമുക്ക് ഈസിയാണ് സാധനങ്ങൾ വാങ്ങാനായിട്ട്. പക്ഷേ എപ്പോഴും നമ്മുടെ EMI അണ്ടർ കൺട്രോൾ ആയിരിക്കണം. നമ്മളൊരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് അവർ ഇൻകത്തിൻ്റെ മേലെ EMI പോകരുത്. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നാട്ടുകാരെ കാണിക്കാനും വേണ്ടിയിട്ട് പ്രഹസനം കാണിക്കരുത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് വാങ്ങാം, ഒരു പ്രശ്നവുമില്ല, അത് ആവശ്യമുള്ളതാണ്. പക്ഷേ അത് മറ്റുള്ളവർക്കുള്ളത് കൊണ്ട് എനിക്കും വേണം എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. മറ്റുള്ളവർ ഇന്ന കാറ് വാങ്ങിച്ചു, അതുകൊണ്ട് എനിക്ക് അതിനേക്കാളും ബെറ്റർ കാറാണ് വേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അവർ ഇത്ര രൂപയ്ക്കുള്ള സാരിയാണ് മേടിച്ചത്, അവർ ഇങ്ങനത്തെ ബ്രാൻഡഡ് ഷർട്ട്സാണ് അവരിടുന്നത്, അതുകൊണ്ട് ഞാൻ അതിനൊക്കെ മേലെയുള്ള ബ്രാൻഡഡ് ഷർട്ടേ ഇടുള്ളൂ, ഇങ്ങനെയൊന്നും വിചാരിക്കരുത്. പിന്നെ ബന്ധുക്കളുടെയോ ഫ്രണ്ട്സിൻ്റെയോ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ കല്യാണം, പാലുകാച്ചൽ, കുട്ടിയുണ്ടായി, ഇതൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കും. ഇന്നത്തെ ഈ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ പണ്ടൊക്കെ സ്വർണത്തിൻ്റെ ഗിഫ്റ്റ് കൊടുക്കും. അതൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു. അന്നത്തെ സ്വർണ്ണവിലയൊന്നും അല്ല ഇന്നത്തെ സ്വർണ്ണവില. കഴിവതും ഈ ഗോൾഡ് കൊടുത്ത് സ്വന്തം പോക്കറ്റ് കാലിയാക്കാതിരിക്കുക. മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്തോ വിചാരിച്ചോട്ടെ, എനിക്കിതാണ് ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റിലുള്ള സാധനമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ അവർ അന്നൊരു വള തന്നിരുന്നു എൻ്റെ കൊച്ചിന് എന്ന് പറഞ്ഞാൽ ആ വളയ്ക്ക് ഇക്വലൻ്റ് വാല്യൂ വിത്ത് ഇൻഫ്ലേഷൻ റേറ്റ് നിങ്ങളൊരു പൈസ കൊടുക്കുക. ഗോൾഡ് വാങ്ങാൻ നിൽക്കല്ലേ.